ഹലോ, ഞാൻ സുനി സജീവ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക. ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരം നിറക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരം ക്രിസ്തു യേശുവിൽ പ്രശസ്തരും ആകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാട്, അതെന്ത് വ്യത്യാസമാണെന്നറിയാവോ? ഞാൻ ഇന്നലെ ഓർക്കട്ടെ, നമ്മളിങ്ങനെ നമ്മളെന്ത് വിളിക്കണോ അതിലറിയപ്പെടും. അതല്ലേ നമുക്ക് പേരിടുമ്പോൾ ഒരു അർത്ഥമുള്ള പേരിടണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏത് സമയം കഴുതയെന്ന് വിളിച്ചാൽ അയാൾ കഴുതിയായി പോകും. അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ നാവി പറയണത് അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയണത്. ഞാൻ പണ്ട് എല്ലാവരും ചുമ്മാ പോത്തേ കഴുതയെന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ അപ്പൻ എന്നെ എപ്പോഴും കഴുതേ പോത്തേന്ന് വിളിച്ചു. എനിക്ക് അത് കാരണം എന്നെ പണ്ട് ബുദ്ധി ഉണ്ടായിരുന്നു, കുറേ നാൾ ബുദ്ധി ഇല്ലാണ്ടിരുന്നു. അത് കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ഞാൻ ഓർക്കുക, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ടൂർ പോയേക്കുമായിരുന്നു. ആ കമ്പം കഴിഞ്ഞ് കമ്പത്തെ വരെ പോയി. അത് കഴിഞ്ഞ് കമ്പം കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ കയറുക. അപ്പോൾ ഞാൻ എന്ത് രസം കേരളത്തിയിട്ടങ്ങ് കയറിയപ്പോഴത്തേനും നമ്മുടെ ആ ഒരു പ്രകാശവും, ഞാൻ തമാശ പറഞ്ഞാൽ കേട്ടോ, ഭയങ്കര ഒരു വ്യത്യാസമാണ് നമ്മുടെ കേരളം. ഗോൾസ് ഓൺ കൺട്രി. അതിനെന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായത് കാരണം ദൈവത്തിൻ്റെ സ്വന്തം മക്കളെ ഇവിടെ, ദൈവത്തിൻ്റെ സ്വന്തം മക്കൾക്ക് ദൈവത്തിൻ്റെ സ്വന്തം സ്വഭാവം വരട്ടെ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്വന്തം ആ സ്വഭാവം, യേശുവിൻ്റെ സ്നേഹത്താൽ നമുക്ക് ലോകത്തെ സ്നേഹിക്കാനും യേശു ക്ഷമിച്ച പോലെ എല്ലാവരോടും ക്ഷമിക്കാനും സാധിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുക്കുത്തിയുടെയാണ്. നോസ്പിൻ്റെ സൂപ്പർ കളക്ഷൻ വന്നിട്ടുണ്ട്. 2800 സ്റ്റാർട്ടിങ്. ഇത് സെക്കൻഡ് സ്റ്റേഡ് ആയിട്ടും കമ്മലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എല്ലാത്തിൻ്റെയും ഒരു പെയറുണ്ട്. ഇതിങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് പാറ്റേൺ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. ഇങ്ങോട്ട് വരാമെങ്കിൽ ഇത് കൂടുതൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻ വരും. ഒത്തിരി മുക്കൂത്തിക്ക് ഭയങ്കര നമുക്ക് ചിലവാട്ടോ. സ്വാ ഡയമണ്ട്സിൻ്റെ 2800 മുതലാണ്. ഇത് വില കൂടുന്നതും കുറയണതുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. ഡയമണ്ട്സ് എടുക്കുമ്പോൾ കുറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഇതിൽ ബാർകോഡിൽ MRPയിലാണ് കിടക്കണത്. കൂടിയാലും ഒന്നും ഒരു കുറച്ച് നാൾ കൂടുമ്പോഴായി ബാർകോഡൊക്കെ മാറുള്ളേ. അപ്പോൾ ഡയമണ്ട്സ് എടുക്കുമ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ നമുക്ക് പ്രസൻറ്റ് കൊടുക്കാനിപ്പോൾ ഈ മോതിരങ്ങളും ലോക്കറ്റ്, മാല, വള, ഇതെല്ലാം ഏറ്റവും അധികം കല്യാണം കപ്പുടി എല്ലാവരും എടുക്കുന്നത് ഡയമണ്ട്സ് ആട്ടോ. അപ്പോൾ ആ കാർഡും കൊണ്ട് വന്നാൽ വേണമെങ്കിൽ അവർക്ക് 7 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ മാറിയെടുക്കാം. അതുകൂടാണ്ട് അവർക്ക് വേറെ കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞാൽ മടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപയ്ക്ക് 500 രൂപ കുറവുള്ളൂ, 5% കുറവുള്ളൂ, വേറെ പാറ്റേൺ എടുക്കാം. അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഞെരക്കെടുപ്പുണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ ടൂറുണ്ട്. അപ്പോൾ എന്നിപ്പോൾ ഞാനിതിനകത്ത് കളിച്ചത് ഞാൻ മാറണമെന്ന് ഓർത്തിട്ട് എന്നും മറന്നു. ഇത് എൻ്റെ ദൈവമേ, ഇനി ഒരു ദിവസം മാറി കയറണം. ഒന്നിനും സമയമില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരു ലോക്കറ്റ്, ഈ കമ്മലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാറണമെന്ന് ഓർത്തിട്ട് മറന്നു പോണതാട്ടോ. അപ്പോൾ ഇങ്ങനെ മാറി നമുക്ക് ഇത് 2 ഗ്രാമേ ഉള്ളൂ. ഈ 18ൻ്റെ ഒരു മാലയും ഇതിന് എത്രയായിരുന്നു എന്നറിയാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ ലോക്കറ്റുകൾ മാറി ഇടാം. കമ്മലും പിന്നെ ഗ്ലോ പോവുമല്ലോ. പിന്നെ ഡയമണ്ടിൻ്റെ മാലയായില്ലേ, കമ്മലായില്ലേ. അപ്പോൾ അങ്ങനെയാട്ടെ എല്ലാവരും ഡയമണ്ട് എടുത്തപ്പോൾ ഞാനും പോയി എടുത്ത. ഞാൻ ഏറ്റവും നൈസ് എടുത്തതെന്ന് മാത്രം. ഇടയ്ക്ക് എല്ലാവർക്കും ഡയമണ്ടിൻ്റെ അല്ലായിരുന്നോ. ഇപ്പോഴും ഡയമണ്ട് ഭയങ്കര ക്രേസാട്ടോ. നമുക്ക് ഒത്തിരി ഡയമണ്ടിൻ്റെ വിൽപ്പനയുണ്ട്. നമ്മുടെ ഇതിൽ സെയിലിൽ ഒത്തിരി ഡയമണ്ട് യേശുവിൻ്റെ കൃപയാ വിറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ എൻക്വയറി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അവർ ഇതൊക്കെ ഇട്ട് തരും. വാട്സപ്പ് കോളിൽ വിളിക്കാം, വീഡിയോ കോള് വിളിച്ച് കാണാം. പിന്നെ നമുക്ക് അതിമനോഹരമായ സ്കീമുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പറയും അയ്യോ വില അങ്ങ് താഴെ പോയില്ലേ. ഇതുപോലെ താഴെ പോയിട്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇങ്ങനെ താഴെ പോയതാണ്. നമ്മൾ തുടങ്ങിയതിനേക്കാളൊക്കെ എന്തോരം എനിക്ക് തങ്കത്തിലാട്ടോ അറിയാവുള്ളൂ. ഇത് മറന്നുപോയി. 53,000 55,000 ഏതാണ്ട് സ്വർണം വന്നപ്പോൾ ഏതാണ്ട് കട തുടങ്ങിയെന്ന് തോന്നുന്നു. അതോ 50,000 ആയിരുന്നു പവന്. തങ്കത്തിന് 75 ലക്ഷമായിരുന്നു 1 കിലോയ്ക്ക്. അപ്പോൾ പിന്നെ 70 ലക്ഷത്തിയിട്ട് വന്നായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് താഴ്ത്തിയിട്ട് പോന്നു. പിന്നെ അതുപോലെ കയറിപ്പോയില്ലേ. അപ്പം നമ്മൾ ഇത് ഓർത്ത് വില കുറയുമെന്ന് ഓർക്കണ്ട. അതിൻ്റെ ഇത് നോക്കിയാൽ മതി. ഇടയ്ക്കൊക്കെ എങ്ങനെയൊന്ന് വില കുറയും. നമ്മളെപ്പോഴും സ്വർണം മേടിച്ചാൽ അപ്പം തന്നെ വിൽക്കാനായിട്ട് ആരും മേടിക്കരുത്, ലാഭം ഉണ്ടാക്കാൻ. അപ്പം തന്നെ അതൊക്കെ വലിയ ഷെയർ ഇത് കളിക്കുന്നവർക്കേ പറ്റുള്ളൂ. നമ്മൾ ഹോൾഡ് ചെയ്യുക. 2-3 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ നല്ല ലാഭം കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ സ്കീമിൽ കൂടുക. ഫേസ്ബുക്കിലൊക്കെ കാണാൻ പാടില്ല. ഇപ്പോൾ സ്വർണ്ണത്തിന് ഇതുപോലെ വില കയറുമ്പോഴും കുറയുമ്പോഴും ഒക്കെ ഒറ്റയടിക്ക് മേടിച്ചാൽ ഭയങ്കര മനസ്സിന് വിഷമാവും. എല്ലാ മാസവും നമ്മളങ്ങ് ഇടുമ്പോൾ
അത് ഇപ്പോൾ ഈ സ്കീമിലിടുമ്പോൾ ആ മാസം കിട്ടാൽ മതി, അല്ലാണ്ട് ഇങ്ങനെ വില കുറയണം നോക്കി. ഞങ്ങൾ സ്വർണ്ണ ബുക്കിംഗ് അങ്ങനെ നോക്കിയിരുന്ന എനിക്ക് തലവേദനയാണ്. നമുക്ക് ഇവിടെ 10 പവൻ ഒരു ദിവസം വിറ്റാൽ 10 പവൻ സ്വർണവും നമ്മൾ മേടിച്ച് വയ്ക്കണം. 10 പവൻ്റെ 10 ഗ്രാം തങ്കം മേടിച്ച് വയ്ക്കണ്ടേ, അപ്പോഴാണ് നമ്മുടെ കടയിലെ സ്റ്റോക്ക് കറക്റ്റ് ആവുള്ളൂ. അങ്ങനെയാണ് സ്വർണ്ണക്കടയിൽ. അപ്പോൾ അന്നന്ന് ബുക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മളിങ്ങനെ കുറയണം നോക്കിക്കൊണ്ടിരുന്ന വട്ട് പിടിക്കുക. ഞാനങ്ങനെ നോക്കാറേ ഇല്ല കേട്ടോ. സ്കീമിലും അങ്ങനെ തന്നെ നമ്മുടെ കയ്യിൽ കാശ് വന്നത് അങ്ങനെ ഇടുക. 11 മാസം കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും, നല്ല ലാഭം കിട്ടും. അപ്പം നിങ്ങൾ സ്വർണ്ണ സ്കീമിൽ കൂടുക. 11 മാസമുള്ളൂ, 12-ാം മാസം നമുക്ക് ഇച്ചിരി സ്വർണ്ണം എടുക്കാം. അത് എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ തന്നെയല്ല, എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണ്ണത്തിലാട്ടെ. ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയത് സ്വർണ്ണം. അപ്പോൾ പിന്നെ എന്നതാ പിന്നെ പറയാനുള്ളത്, പിന്നെ ഓൺലൈനിൽ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇതെല്ലാം കിട്ടും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ. Revati Gold and Diamonds, Post Office Junction, opposite Revati Wedding Collections, Muvatupuzha.